ജാസി ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജാസിയും ജാസിയുടെ ഫ്രണ്ടും കൂടെ ആയിരുന്നു ആ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേയധികം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് രേണുവും കിച്ചുവും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചൊക്കെയായിരുന്നു മെയിനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ സംസാരിച്ച സമയത്ത് മെയിനായിട്ട് കിച്ചുവിനെയൊക്കെ എതിർത്തുകൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുമായിരുന്നു ജാസിയും ഫ്രണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴെന്തിനാണ് കിച്ചു ഇതേ കണക്ക് വന്ന് പറയുന്നത്? ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു? ഇത്രയും നല്ല രീതിയിൽ ഇപ്പം രേണു വന്ന സമയത്താണോ ഇതേ കണക്ക് ഓരോന്ന് വന്ന് പറയുന്നത്? കുറേയധികം പേര് രേണുവിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയാണ് രേണുവിനെ ഇപ്പം തള്ളി പറഞ്ഞുകൊണ്ടൊക്കെ ഓരോന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും ഇതാണ്ട് ഈ ഒരു കിച്ചുവും കൂടി ഇങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതുപോലെ തന്നെ കിച്ചുവിന് പൈസയൊക്കെ രേണു അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ പറഞ്ഞത്, കിച്ചു പറഞ്ഞത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള രീതിയിലായിരുന്നു ജാസിയും ഫ്രണ്ടും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കിച്ചു ഉണ്ടെങ്കിൽ കിച്ചു ട്രോമയിലായിരുന്നു എന്നൊക്കെ ആ ഒരു ആങ്കർ പറയുന്ന സമയത്ത് ഈ ഒരു ജാസിയും ഫ്രണ്ടും പറയുന്നുണ്ട്. ഇത്രയും നാളപ്പം ഇപ്പോഴെങ്ങനെയാണ് ആ ഒരു ട്രോമയൊക്കെ മാറി? ഇത്രയും നാളപ്പം ട്രോമയാണെന്ന് പറഞ്ഞ് ഇപ്പം എങ്ങനെ മാറിയിട്ട് വന്ന് പറഞ്ഞാണോ? അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്തായാലും രേണുവിനെതിരെ പറഞ്ഞത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. രേണു സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ ഇതുപോലെ പ്രശ്നമൊന്നും വരത്തില്ല. ഇതുപോലെ എല്ലാവരെയും കാര്യം ശ്രദ്ധിച്ച് അവരെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പം അവർക്കെതിരെ എല്ലാവരും തിരിയുന്നതെന്നുള്ള ഒരു കാര്യം കൂടി ജാസി പറയുന്നുണ്ടായിരുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടും കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു.